വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025-ലും 2024-ലുമായിട്ട് PSC പരീക്ഷകളിൽ ചോദിച്ച IT ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിലൊക്കെ ഈ IT ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആവർത്തിച്ച ക്വസ്റ്റ്യൻസും ഇതിനൊപ്പം നോക്കി പോകാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇനി പറയുന്ന ഓപ്ഷൻ ഒരു തരം സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല. ഇതിൽ ഏത് ഓപ്ഷനാണ് ഇതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, MS Excel എന്ന് പറയുന്നത് അല്ലേ? എക്സൽ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ? അല്ല അല്ലേ, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലേ. നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിൻഡോസ്, ലിങ്കർ, അതുപോലെ തന്നെ ലോഡർ എന്നിവയൊക്കെ എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരക്കും ഡാറ്റ കൂട്ടിയിടിയും തടയാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? തിരക്കും ഡാറ്റ കൂട്ടിയിടിയും തടയാൻ സഹായിക്കുന്ന ഉപകരണം തന്നിരിക്കുന്നതിൽ ഏതാണ്? സ്വിച്ച് ആണ് അല്ലേ. സ്വിച്ച് ആണ് എന്ത് ചെയ്യുന്നത്? തിരക്കും ഡാറ്റ കൂട്ടിയിടിയും തടയാൻ സഹായിക്കുന്നതിലെ പ്രിവെൻറ്റ് കൺജഷൻ ആൻഡ് ഡാറ്റ കൊളീഷൻ സഹായിക്കുന്ന ഏതാണ്? സ്വിച്ച് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IT Act 2000 ഈസ് നോട്ടിഫൈഡ്. IT Act 2000 വിജ്ഞാപനം എന്നാണ് നോട്ടിഫൈ ചെയ്താണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏതാണ് ഇയർ വരുന്നത്? 2000 ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17 2000 ഒക്ടോബർ 17 IT Act 2000 വിജ്ഞാപനം ചെയ്ത് നോട്ടിഫൈ ചെയ്ത് 2000 ഒക്ടോബർ 17. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ്? വിൻഡോസ്, യുനിക്സ്, ഉബണ്ടു എന്നിവയൊക്കെ എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് അല്ലേ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ് വിൻഡോസ്, യുനിക്സ്, ഉബണ്ടു എന്ന് പറയുന്നത്. ജിംബ് എന്ന് പറയുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലേ. ജിംബ് എന്ന് പറയുന്നത് ഒരു ആപ്പാണ്. അപ്പം വിൻഡോസ്, യുനിക്സ്, ഉബണ്ടു എന്നിവയൊക്കെ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തതാണ് ജിംബാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫിഷിംഗ് എന്നാൽ എന്താണ് ഫിഷിംഗ് എന്ന് വെച്ചാൽ എന്താണ് ഫിഷിംഗ് എന്ന് വെച്ചാൽ വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ ആക്രമണകാരികൾ ഉപയോഗിക്കുന്ന ഒരു തരം രീതിയാണെന്ന് പറയുന്നത് ഫിഷിംഗ് എന്ന് പറയുന്നത്. വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ ആക്രമണകാരികൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ടർ ഉപയോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? കമ്പ്യൂട്ടർ ഉപയോക്താവും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതിൽ തന്നിരിക്കുന്നതിൽ ഏത് സോഫ്റ്റ്വെയർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സോഫ്റ്റ്വെയർ ആണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. കമ്പ്യൂട്ടർ ഉപയോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെഴുതുക. വ്യത്യസ്ത പ്രോട്ടോക്കോൾ പിന്തുടരുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരിൽ ഏതാണ്? ഗേറ്റ്വേ ആണ്. രണ്ട് വ്യത്യസ്ത പ്രോട്ടോക്കോൾ പിന്തുടരുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഗേറ്റ്വേ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കൂട്ടത്തിൽ ചേരാത്തത് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് ഏതാണ് കൂട്ടത്തിൽ ചേരാത്തത്? നോക്കിയ സഫാരി ആണ് അല്ലേ. യാഹൂ, ഗൂഗിൾ, ബിങ് എന്നിവയൊക്കെ എന്താണ്? സെർച്ച് എൻജിൻസ് ആണ് അല്ലേ. യാഹൂ, ഗൂഗിൾ, ബിങ് ഒക്കെ എന്താണ്? സെർച്ച് എൻജിൻസ് ആണ്. കൂട്ടത്തിൽ ചേരാത്തതാണ് സഫാരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേരെന്താണ്? കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേരെന്താണ്? സേവനമാണല്ലേ. ഓൺലൈൻ സേവനങ്ങൾ എല്ലാ സർക്കാർ വകുപ്പുകളുടെയും സേവനങ്ങൾ ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒരു കേന്ദ്രീകൃത പോർട്ടൽ എന്ന് പറയുന്നതാണ് സേവനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? IT Act 2000 നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു 2000 ആക്ട് എന്നാണ് വന്നതെന്ന് ചോദിച്ചു. നെക്സ്റ്റ് എന്താണ്? 2000 IT Act എന്ന് പറയുന്നത് 66 സെക്ഷൻ 66F എന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 66F എന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് IT Act 2000 സെക്ഷൻ 66F എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? മെമ്മറി ഉപകരണമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മെമ്മറി ഉപകരണങ്ങളെ കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
മെമ്മറി ഉപകരണങ്ങൾ പ്രോസസ്സിങ്ങിനായി ഡാറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ശരിയാണല്ലേ? മെമ്മറി ഉപകരണങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രോസസ്സിങ്ങിനായിട്ട് ഡാറ്റയും നിർദ്ദേശങ്ങളൊക്കെ സംഭരിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് വേഗമേറിയതാണ്. എന്നാൽ സാധാരണയായി സെക്കൻഡറി മെമ്മറി അപേക്ഷിച്ച് ചെറിയ സംഭരണശേഷി മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് വേഗമേറിയതാണെങ്കിലും ഇത് സാധാരണയായി സെക്കൻഡറി മെമ്മറിയെ അപേക്ഷിച്ച് ചെറിയ സംഭരണശേഷി മാത്രമേ ഉള്ളൂ. എന്താ പറയുന്നത്? പ്രൈമറി മെമ്മറി വേഗതയേറിയതാണ്, അതുപോലെ തന്നെ സംഭരണശേഷി കുറവാണ്. നെക്സ്റ്റ് എന്താണ്? റോമും ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവുകളും നോൺ വോളറ്റൈൽ മെമ്മറിയുടെ ഉദാഹരണങ്ങളാണ്. അപ്പം നോൺ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? റോം, ഫ്ലാഷ് മെമ്മറി, ഹാർഡ് ഡ്രൈവ് എന്നിവയ്ക്കാണ് നോൺ വോളറ്റൈൽ മെമ്മറികൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം ശരിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കാണ് പറയുന്നത് മെമ്മറി ഉപകരണങ്ങൾ എന്ന് പറയുന്നത് പ്രോസസ്സിങ്ങിനായിട്ട് ഡാറ്റ നിർദ്ദേശങ്ങളൊക്കെ സംഭരിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് വേഗമേറിയതാണ്. സെക്കൻഡറി മെമ്മറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗമേറിയതാണ്. അതുപോലെ തന്നെ എന്താണ്? ചെറിയ സംഭരണശേഷി മാത്രമേ ഉള്ളൂ. അതുപോലെ റോം, ഫ്ലാഷ് മെമ്മറി, ഹാർഡ് ഡ്രൈവ് എന്നിവയ്ക്ക് എന്താണ്? നോൺ വോളറ്റൈൽ മെമ്മറീസ് ആണ്. നെക്സ്റ്റ് എന്താണ്? താഴെ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഏതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായി പ്രധാനമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? താഴെ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഏതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായി പ്രധാനമായിട്ടും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഏതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്? ലിങ്ക്ഡിൻ അല്ലേ? ലിങ്ക്ഡിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡാറ്റ അയക്കാൻ കഴിയുമ്പോഴും ലഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രശ്നമാകാൻ സാധ്യത എന്തായിരിക്കും? ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡാറ്റ അയക്കാൻ കഴിയും, പക്ഷെ എന്താണ്? അവിടെ അത് ലഭിക്കുന്നില്ല. അങ്ങനെ കഴിയാത്ത ഒരു സാഹചര്യം വരെയാണ്, അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ അതെന്ത് കാരണമായിരിക്കും അവിടെ പ്രശ്നം വരാനായിട്ട് കാരണം? എന്താണ് ലഭിക്കാൻ കഴിയാത്ത സാഹചര്യം എന്ന് പറയുന്നത്? ഏതായിരിക്കും? തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും? തെറ്റായ IP കോൺഫിഗറേഷൻ ആവാം, അല്ലെങ്കിൽ ഇൻകമിംഗ് ട്രാഫിക് തടയുന്ന ഫയർവാൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പിഴവുള്ള നെറ്റ്വർക്ക് കേബിൾ ആയിരിക്കാം. അപ്പം നമുക്ക് ഡാറ്റ ഒക്കെ നമുക്ക് ആക്സസബിൾ ആണ്, പക്ഷെ എന്താണ്? നമ്മൾ ഡാറ്റ അയച്ചത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ തെറ്റായ IP കോൺഫിഗറേഷൻ ആവാം, അല്ലെങ്കിൽ ഇൻകമിംഗ് ട്രാഫിക് തടയുന്ന ഫയർവാൾ ഉണ്ടാവും, അല്ലെങ്കിൽ പിഴവുള്ള നെറ്റ്വർക്ക് കേബിൾ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IT ആക്ട് 2000 പ്രകാരം ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ്? ഒരു ഇലക്ട്രോണിക് സന്ദേശം അയച്ച വ്യക്തിയുടെ തിരിച്ചറിയൽ സാധൂകരിക്കുന്നതിന് എന്ത് ഉപയോഗിക്കുന്നത്? ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻ നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്ന് പറയുന്നതാണ് ICANN എന്ന് പറയുന്നത്. ICANN എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻ നെയിംസ് ആൻഡ് നമ്പേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഒമേഗലിന്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടിയത്. ഈ ഒമേഗലിന്റെ സ്ഥാപകൻ ആരാണ്? 2023 നവംബർ 8 ഒമേഗൽ എന്ന് പറയുന്ന ഒരു ചാറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, അത് അടച്ചുപൂട്ടാണ് ചെയ്തത്. അപ്പൊ ഈ ഒമേഗലിന്റെ സ്ഥാപകൻ ആരാണ്? സ്ഥാപകനായിരുന്നത് ആരാണ്? ലീഫ് കെ ബ്രൂക്സ് ആണ് ഒമേഗലിന്റെ സ്ഥാപകൻ. താഴെ പറയുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? ഏതാണ്? സ്കാനർ ആണ് അല്ലെ? സ്കാനർ ആണ് ഇൻപുട്ട് ഉപകരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻപുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ നമ്മൾ കുറെ നേരമില്ലേ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ പറയുന്നത്. അപ്പൊ എന്താണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻപുട്ട് ഉപകരണം ഉപയോക്താക്കളിൽ നിന്നും ഡാറ്റ എടുക്കുന്നതിനെയാണ് ഇൻപുട്ട് ഉപകരണം എന്ന് പറയുന്നത്. എന്താണ്? ഉപഭോക്താക്കളിൽ നിന്നാണ് ഡാറ്റ എടുക്കുന്ന ഇൻപുട്ട് ഉപകരണങ്ങൾ. അതുപോലെ തന്നെ ഈ ഇൻപുട്ട് ഉപകരണങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആരായിരിക്കും? ഉപയോക്താക്കളായിരിക്കും. ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഇൻപുട്ട് ഉപകരണങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ഉപകരണം ഉപയോക്താക്കളിൽ നിന്ന് ഡാറ്റ എടുക്കുകയും ചെയ്യുന്നു.
അപ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് ഉപകരണം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് ഉപകരണം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് ഉപകരണം പ്രൊസസ്സറിൽ നിന്നായിരിക്കും ഡാറ്റ എടുക്കുക. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഉപകരണങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആരായിരിക്കും? കമ്പ്യൂട്ടർ ആയിരിക്കും. അതായത് നമ്മൾ എന്താ പറഞ്ഞത്? ഇൻപുട്ട് ഉപകരണം എന്ന് പറയുന്നത്. ഇൻപുട്ട് ഉപകരണത്തിന് നമ്മളാണല്ലേ, നമ്മളാണെന്ന് വിചാരിക്കും. നമ്മൾ നിയന്ത്രിക്കുന്ന ആരാണ്? നമ്മളാണ് ഇൻപുട്ട് ഉപകരണങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ഡാറ്റ കൊടുക്കുന്നതൊക്കെ ആരാണ്? നമ്മൾ തന്നെയാണ്. എന്നാൽ ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞത് എന്താണ്? പ്രൊസസ്സർ ആണ് എല്ലാം ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുന്നതൊക്കെ എന്താണ്? പ്രൊസസ്സർ ആണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആണ് നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് അല്ലേ? പ്രൊസസ്സർ ആണ്. ഇനി നമ്മൾ എന്തൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്? നമ്മൾ ഏതൊക്കെയാണ് എക്സാമ്പിൾ? ഇൻപുട്ട് ഉപകരണം നമ്മൾ നിയന്ത്രിക്കുന്ന ഏതൊക്കെയായിരിക്കും? കീബോർഡ്, അതുപോലെ തന്നെ മൗസ്, മൈക്രോഫോണ്, സ്കാനർ എന്നിവയൊക്കെ എന്താണ് നമ്മൾ നിയന്ത്രിക്കുന്നത്? ഇത് ഇൻപുട്ട് ഉപകരണങ്ങളാണ്. എന്തൊക്കെയാണ് പറയുന്നത്? കീബോർഡ്, അതുപോലെ തന്നെ മൗസ്, പിന്നെ എന്തൊക്കെയാണ്? മൈക്രോഫോൺ എന്നിവയൊക്കെ എന്താണ്? നമ്മൾ നിയന്ത്രിക്കുന്നതാണ് അല്ലെ? നമ്മളാണ് അവിടെ ഡാറ്റ കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഉപയോക്താക്കൾ, നമ്മളാണ്. അപ്പോൾ അതാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനി ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോസസ്സിംഗ് ചെയ്യുന്നത് അല്ലെ? കമ്പ്യൂട്ടർ ആണ് നിയന്ത്രിക്കുന്നത്. ഏതൊക്കെയാണ് വരാ? അപ്പോ സ്പീക്കർ വരും, മോണിറ്റർ, പ്രിന്റർ, അതുപോലെ തന്നെ സ്പീക്കർ, പ്രിന്റർ, മോണിറ്റർ ആണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടേക്കുന്നത് കേട്ടോ. അപ്പൊ പ്രിന്റർ, മോണിറ്റർ, സ്പീക്കർ എന്നിവയൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. ഇതൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. കമ്പ്യൂട്ടർ ആണ് ഇവയെ നിയന്ത്രിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് കണ്ട ക്വസ്റ്റ്യൻ ആണ് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ അല്ലെ? അപ്പൊ എന്താണ് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്ക് രണ്ട് സോഫ്റ്റ്വെയർസ് ഉണ്ട് അല്ലെ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതുപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പം ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ്? ഒരു പ്രത്യേക ആവശ്യം നിറവേറ്റാനായിട്ട് ജോലികൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും. അതായത് ഇപ്പൊ വേർഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും അല്ലെ? എക്സൽ ആണെങ്കിൽ വേറെ. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നിനു വേണ്ടി മാത്രമുള്ള ആപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്? എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? അത് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പ്രവർത്തിപ്പിക്കുന്നതിനായിട്ടും ആപ്ലിക്കേഷനുകൾക്ക് മുകളിൽ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകുന്നതിനൊക്കെ ആയിട്ടാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പ്രവർത്തിപ്പിക്കുക, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ആയിട്ടാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ പഠിക്കണ്ടേ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ്? ഓക്കെ, തന്നിരിക്കുന്നതിൽ വേഡ് പ്രൊസസ്സർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ വേഡ് പ്രൊസസ്സർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലേ? നമ്മൾ പറഞ്ഞു അത് നമുക്കൊരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി മാത്രമായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ സോഫ്റ്റ്വെയർസിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ വേഡ് പ്രൊസസ്സർ, അതുപോലെ തന്നെ എന്താണ്? ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോക്യുമെന്റ്സ് റൈറ്റ് ചെയ്യാന്, സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാന്, അല്ലെങ്കിൽ വെബ് ബ്രൗസ് ചെയ്യാന്, പ്ലേയിങ് ഗെയിംസ് പ്ലേ ചെയ്യാനൊക്കെ ഓരോ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെബ് ബ്രൗസേഴ്സ്, അല്ലെങ്കിൽ അതായത് വെബ് ബ്രൗസേഴ്സ് വരുന്നതൊക്കെ, അതായത് ഏതൊക്കെയാണ് വെബ് ബ്രൗസേഴ്സിൽ വരുന്നത്? ഏതൊക്കെയാണ് ക്രോം, അതുപോലെ തന്നെ ഫയർഫോക്സ് എന്നിവയൊക്കെ എന്തിൽ വരുന്നതാണ്? ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്. ക്രോം ആണെന്നുണ്ടെങ്കിലും ഫയർഫോക്സ് ആണെന്നുണ്ടെങ്കിലും അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേർഡ് പറഞ്ഞു, എക്സൽ പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് ഗെയിം എൻജിൻസിലെ ഗെയിംസ് ഒക്കെ വരുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലാണ്. എന്നാൽ നമ്മൾ പറഞ്ഞു സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിനെ ഫുള്ളായിട്ട് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അതായത് ഇതിന് മുകളിലായിട്ട്, ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ മുകളിലായിട്ട് അവരെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയും. അതായത് നമ്മളൊരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്ക് റൺ ചെയ്യിക്കാനായിട്ട് എന്ത് വേണം? ഈ സിസ്റ്റം സോഫ്റ്റ്വെയർസ് വേണം. അതിന് എക്സാമ്പിൾ ആണെന്ന് പറയുന്നതൊക്കെ ലിനക്സ്, അതുപോലെ തന്നെ യുനിക്സ്, ഇതിനെയൊക്കെ എന്താണ് മാക് ഒ എക്സ് എന്നിവയൊക്കെ എന്താണ്? എന്തിന് എക്സാമ്പിൾ ആണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയാലോ? അപ്പൊ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ക്രോമും ഫയർഫോക്സ് അങ്ങനത്തെ സെർച്ച് ആയിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഓരോ സ്പെസിഫിക് ആപ്ലിക്കേഷൻസിൽ, അതായത് വേർഡ്, പിന്നെ എന്തൊക്കെയാണ് പറയാ, വേർഡ്, എക്സൽ എന്നിവയൊക്കെ അതിൽ വരുന്നതാണ്. ഇനി അതല്ല നമുക്ക് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വേർഡ് പ്രൊസസ്സർ ഒക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ വിൻഡോസ്, ലിനക്സ്, യുനിക്സ്, മാക് ഒ എക്സ് ഒക്കെ എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് 2025 ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിന്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണ്? ശ്രേയാ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും തമ്മിലാണ്. ശ്രേയാ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും തമ്മിലാണ് 2003 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിന്റെ പേരിൽ കർശനമായിട്ട് വെട്ടിക്കുറച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി പറയുന്നത്? നോക്കി നോക്കിയേ, ഏതൊക്കെ പ്രസ്താവന നോക്കി നോക്കിയേ. ഹബ് എന്ന് പറയുന്നത് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണെന്ന് പറയുന്നത് ശരിയാണോ? ഹബ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണ്. ശരിയാണ്. ഹബ് എന്ന് പറയുന്നത് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണ്. റൂട്ടറുകൾ ബ്രിഡ്ജുകളേക്കാൾ ചെലവേറിയതാണ്. ശരിയാണ്ടോ? റൂട്ടറുകൾ ബ്രിഡ്ജുകളേക്കാൾ ചെലവേറിയതാണ്. ഗേറ്റ് വേകൾ ഡാറ്റ ലിങ്ക് ലെയർ മാത്രം പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ് വരുന്നത്. അപ്പൊ ശരിയായിട്ട് വരുന്നത് ആദ്യത്തെ രണ്ടെണ്ണമാണ്. ഹബ് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണ്. റൂട്ടറുകൾ ബ്രിഡ്ജുകളേക്കാൾ ചെലവേറിയതാണ്. 1ഉം 2ഉം ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡാഷ് എന്നറിയപ്പെടുന്നു. CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകത്തെ എന്താണ് അറിയപ്പെടുന്നത്? ഡിലിമിറ്റർ. CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡിലിമിറ്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ISRA ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷനുമായി ചേർന്ന കേരള പോലീസിന്റെ സംരംഭം എന്താണ്? ഏതാണ് സംരംഭം വരുന്നത്? ഏതാണ്? കിഡ് ഗ്ലൗ എന്നാണ്. കിഡ് ഗ്ലൗ എന്നാണ് സംരംഭത്തിന്റെ പേര്. പറയുന്നതാണ് കിഡ് ഗ്ലൗ എന്നാണ്. സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അധ്യാപകർ, രക്ഷിതാക്കളൊക്കെ അവരുടെ അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് ISRAയുമായി ചേർന്ന കേരള പോലീസിന്റെ സംരംഭമാണ് കിഡ് ഗ്ലൗ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5G നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അല്ലെ, ഏതാണ്? 5Gയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് വളരെ ഉയർന്ന ലേറ്റൻസി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ് വരുന്നത്. സെക്കൻഡിൽ 20 ജിഗാബിറ്റ്സ് വരെ നെറ്റ്വർക്ക് ഡാറ്റ വേഗത ഉണ്ട്. GBPS എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്രത്തിലാണ് അളക്കുന്നത്. വേവിലാണ് അളക്കുന്നത് എന്ന് പറയുന്നത്. അതും ശരിയാണ്. അപ്പൊ 5G നെറ്റ്വർക്കിനെ സംബന്ധിച്ച് ഏതൊക്കെയാണ് ശരി? സെക്കൻഡിൽ 20 ജിഗാബിറ്റ്സ് വരെ നെറ്റ്വർക്ക് ഡാറ്റ വേഗതയില്ല. ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്ര വേവിലാണ് അളക്കുന്നത്. അപ്പൊ 1, 2, 3 ശരി വരുന്നത്. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്താണ്? ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്താണ്? തന്നിരിക്കുന്നത് ഇതാണ് Mac OS X. അല്ലെ, Mac OS X ആണ് ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? സെർച്ച് എഞ്ചിൻ അല്ലാത്ത ഏത് നോക്കിയാൽ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലെ. ചെറിയൊരു വ്യത്യാസം മാത്രമാണ് നൽകിയിരിക്കുന്ന. ഓപ്ഷൻ ഏതാണ് വരുന്നത്? സെർച്ച് എഞ്ചിൻ അല്ലാതെ ഏതായിരുന്നു? സഫാരി ആണ് അല്ലെ. യാഹു, ആസ്ക്, ബിങ് ഒക്കെ എന്താണ്? സെർച്ച് എഞ്ചിൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോമിന്റെ പൂർണ്ണ രൂപം ഏത്? PROM എന്ന് പറയാം അല്ലെ. അതിന്റെ പൂർണ്ണ രൂപം എന്താണ്? പ്രോമിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഏതാണ്? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോം എന്ന് വെച്ചാൽ എന്താണ്? റോം എന്ന് വെച്ചാൽ എന്താണ്? റീഡ് ഓൺലി മെമ്മറി ആണ്. പി എന്ന് വെച്ചാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരാണ് അല്ലെ. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായിട്ട് ഭേദഗതി ചെയ്തത് എന്നാണ്? 2008 2008 ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായിട്ട് ഭേദഗതി ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ പ്രത്യേകതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? കൂടിയ ബാൻഡ് വിഡ്ത്താണ്, കൂടിയ ചിലവാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന് കൂടിയ ബാൻഡ് വിഡ്ത്താണ്, കൂടിയ ചെലവാണ്. നമുക്കിതൊരു ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ്? കൂടി ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് പറയുന്നുണ്ട്. അതാണ് തെറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ ശരിയായത് പഠിച്ചു വെക്കുക. കൂടിയ ബാൻഡ് വിഡ്ത്ത്, കൂടിയ ചിലവാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ചിട്ട് ശരിയായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? വിൻഡോസ് ആണ് അല്ലെ. VLC പ്ലെയർ, MySQL, അതുപോലെ തന്നെ MS Word എന്നൊക്കെ പറയുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. അപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് ഇതില്? വിൻഡോസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഏതാണ് ഈ ഗവേണൻസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതിലേതാണ് ശരി വരുന്നത്? ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയാണ് ഈ ഗവേണൻസിനെ പറ്റി പറയുന്ന പ്രസ്താവനയിൽ ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. ഏതാണ്? നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ. ഏതായിരുന്നു? രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്ന ഏതായിരുന്നു? ഗേറ്റ് വേ ആണ്. ഗേറ്റ് വേ ആണ്. രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ്? ഗേറ്റ് വേ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത് ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്പൺ ഓഫീസ് റൈറ്റർ അല്ലെ. റൈറ്റർ എന്ന് വെച്ചാൽ എന്താണ്? വേർഡ് പ്രൊസസർ ആണ് അല്ലെ. വേർഡ് പ്രൊസസറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണ്? കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണ്? ഏതാണ് കേബിൾ ടി വി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? ഏതാണ്? മേൻ ആണ് അല്ലെ. കേബിൾ ടി വി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ് കേബിൾ ടി വി എന്ന് പറയുന്നത്. അപ്പോൾ മേൻ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2 KB is equal to dash bytes. 2 KB എന്ന് വെച്ചാൽ എത്രയാണ്? 2048 ബൈറ്റ്സ് ആണ് അല്ലെ. 1 KB എന്ന് വെച്ചാൽ എത്രയാണ്? 1024 KB എന്ന് പറയുന്നതാണ് 1 MB എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2 KB എന്ന് പറയുന്നത് എത്രയാണ്? 2048 ബൈറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെബ് പേജ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണം. വെബ് പേജ് നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വെബ് പേജ് നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്? ഏതാണ്? HTML ആണ് അല്ലെ. HTML ആണ്. വെബ് പേജ് നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതാണ് HTML ആണ്. HTML. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നുണ്ട്. പ്രസ്താവനകൾ ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ. തന്നിരിക്കുന്നതിൽ എന്താണ്? ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാനാണ് എന്തുപയോഗിക്കുന്നത്? ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നത്. ശരിയാണ്. ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നുണ്ട്. ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നുണ്ട്. ശരിയാണ്. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. അപ്പൊ സ്വിച്ച് എന്ന് വെച്ചാൽ ഒന്ന് സെലക്ട് ചെയ്തിട്ടാണല്ലേ ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. അതും ശരിയാണ്. അപ്പൊ എല്ലാം ശരിയാണ് വരുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞത്? ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവരങ്ങൾ കൈമാറാൻ അല്ലെ. ഹബ് സ്വിച്ച് ഉപയോഗിക്കുന്നതിനാണ് ഒരു നെറ്റ്വർക്കുകൾ തമ്മിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ടാണ് ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നത്. ഹബ് ആണെന്നുണ്ടെങ്കിൽ വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറും. എന്നാൽ സ്വിച്ച് ആണെന്നുണ്ടെങ്കിലോ സെലക്ട് ചെയ്തിട്ടില്ലേ ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമാണ് സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ തന്നിരിക്കുന്നതിൽ ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ വരുന്നത്? ഏതാണ്? നോക്കിയേ. ആൻഡ്രോയിഡ് ആണ്. ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇനി നോക്കിയേ. ബ്രൗസർ എന്ന് പറയുന്നത് എന്താണ്? ബ്രൗസറും ഫയർഫോക്സ് ഒക്കെ ഒരു വിഭാഗത്തിൽ വരുന്നതാണ് അല്ലെ. ബ്രൗസറും ഫയർഫോക്സും. ഇനി ഇൻപുട്ട് ഡിവൈസ് തന്നിരിക്കുന്നതിൽ ഏതാണ്? ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? ജോയ് സ്റ്റിക്ക് ആണ് അല്ലെ. ഇൻപുട്ട് ഡിവൈസ് എന്നാണ് ജോയ് സ്റ്റിക്ക് ആണ്. ഇനി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് ഇതാണ് പ്ലോട്ടർ ആണ് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പൊ ഏതാണ് വരുന്നത്? 4D ആണ് വരുന്നത്. നോക്കി. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ആൻഡ്രോയിഡ് ആണ്. ബ്രൗസറും ഫയർഫോക്സും ഒക്കെ ഒരേ ഇതിൽ വരുന്നതാണ്. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ജോയ് സ്റ്റിക്ക് ആണ്. അതുപോലെ തന്നെ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് പ്ലോട്ടർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് ഏതാണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ഏതാണ്? എം സേവനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. എന്താണ്? എം സേവനം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഐരാവത്. ഐരാവതാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഐരാവത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ആക്രമണകാരി ഒരു വിശ്വസനീയ സ്ഥാപനമായി നടിക്കുകയും ഒരു സിസ്റ്റത്തിലേക്ക് അനധികൃത ആക്സസ് നേടുകയും ചെയ്യുന്ന ആക്രമണം? എന്താണ് പറയുന്നത്? താഴെ പറയുന്നതിൽ ഏതാണ് ആക്രമണകാരി ഒരു വിശ്വസനീയ സ്ഥാപനമായിട്ട് നടിക്കുകയാണ് അല്ലെ, എന്നിട്ട് ഒരു സിസ്റ്റത്തിലേക്ക് അനധികൃത ആക്സസ് നേടുകയാണ് ചെയ്യുന്നത്. ആ ഒരു ആക്രമണത്തെ പറയുന്ന പേരെന്താണ്? എന്താണ്? IP സ്പൂഫിംഗ്. എന്താണ്? IP സ്പൂഫിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഒരു ആക്രമണകാരി ഒരു വിശ്വസനീയ സ്ഥാപനമായി നടിച്ചിട്ട് എന്ത് ചെയ്യാണ്, അവിടുത്തെ ഒരു സിസ്റ്റത്തിലേക്ക് അനധികൃത ആക്സസ് നേടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്തരിക ആശയവിനിമയത്തെ ബാഹ്യ നെറ്റ്വർക്കുകളിൽ നിന്നും ഒറ്റപ്പെടുത്തി നെറ്റ്വർക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുന്ന സാങ്കേതികങ്ങളിൽ ഏതാണ്? അതായത് ഇപ്പൊ കുറച്ച് നൽകിയിട്ടുണ്ട്, സ്റ്റാറ്റിക് ഡൊമൈൻ ഒക്കെ നൽകിയിട്ടുണ്ട്. ഇതിൽ ആന്തരിക ആശയവിനിമയത്തെ ബാഹ്യ നെറ്റ്വർക്കുകളിൽ നിന്നും ഒറ്റപ്പെടുത്തി നെറ്റ്വർക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുന്ന സാങ്കേതിക ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തന്നിരിക്കുന്നതിൽ? ഏതാണ്? സ്വകാര്യ IP വിലാസങ്ങൾ. സ്വകാര്യ IP വിലാസങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് സാധ്യതയുള്ള ഡിജിറ്റൽ തെളിവ് എന്ന് പറയുന്നത്? ഡിജിറ്റൽ തെളിവ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് താഴെ തന്നിരിക്കുന്നത്? ഏതാണ് ഡിജിറ്റൽ തെളിവ് എന്ന് പറയുന്നത്? നോക്കിയേ. അന്വേഷണത്തിന് പ്രസക്തമായേക്കാവുന്ന എന്നാൽ അതിന്റെ സമഗ്രതയ്ക്കും ആധികാരികതയ്ക്കും ഇതുവരെ പ്രാമാണീകരിക്കപ്പെടുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഡിജിറ്റൽ ഡാറ്റയാണെന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവായിട്ട് വ്യക്തമാക്കുന്നത്. എന്നാണ്? അന്വേഷണത്തിന് പ്രസക്തമായേക്കാവുന്ന എന്നാൽ അതിന്റെ സമഗ്രതയ്ക്കും അധികാരിക്കും ഇതുവരെ പ്രാമാണീകരിക്കപ്പെടുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഡിജിറ്റൽ ഡാറ്റ തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വലിയ കമ്പനിയുടെ കമ്പ്യൂട്ടർ ശൃംഖല റാംസ്വെയർ ആക്രമണത്തിൽ അപഹരിക്കപ്പെട്ടു. റാൻസ്വെയർ ആക്രമണത്തിൽ അപഹരിക്കപ്പെടാണ് ഒന്നിലധികം സെർവറുകളിലും വർക്ക് സ്റ്റേഷനുകളിലുമായി ആക്രമണകാരി നിർണായക ഫയലുകൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിക്രിപ്ഷൻ കീക്ക് പകരമായി മോചന ദ്രവ്യം നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. കമ്പനിയുടെ IT സെക്യൂരിറ്റിന്റെ വിഭാഗം ആരംഭിച്ച താഴെ പറയുന്ന പ്രവർത്തനങ്ങളിൽ ലൈവ് ഫോറൻസിക് നടപടിയായി കണക്കാക്കാൻ കഴിയാത്ത ഒന്ന് തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. ഒരു വലിയ കമ്പനിയുണ്ട്, ആ ഒരു കമ്പനിയിലെ കമ്പ്യൂട്ടർ ശൃംഖല റാൻസ്വെയർ ആക്രമണത്തിൽ അപഹരിക്കപ്പെടാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഒന്നിലധികം സെർവർ വർക്ക് സ്റ്റേഷൻസ് ഒക്കെ ഈ ആക്രമണകാരി നിർണായകമായ ഫയലുകളൊക്കെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിക്രിപ്ഷൻ ചെയ്തിട്ട് അത് പകരമായിട്ട് ഡിക്രിപ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മോചന ദ്രവ്യം നൽകണമെന്ന് ആവശ്യപ്പെടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലൈവ് ഫോറൻസിക് നടപടിയായിട്ട് എന്താണ് അവർ കണക്കാക്കാറ് ഏതാണെന്ന് പഠിച്ചു വെക്കാം. കണക്കാക്കാൻ കഴിയുന്നത് ഏതൊക്കെയാണ് വരുന്നത് നോക്കിയൊക്കെ. സജീവ നെറ്റ്വർക്ക് കണക്ഷനുകളും തുറന്ന പോർട്ടുകളും റെക്കോർഡ് ചെയ്യണോ, സിസ്റ്റത്തിന്റെ റാമിന്റെ ഉള്ളടക്കങ്ങൾ ക്യാപ്ചർ ചെയ്യണോ, നിലവിലുള്ള ഏതെങ്കിലും ഡാറ്റ എക്സ്ഫിൽട്രേഷൻ തിരിച്ചറിയാൻ നെറ്റ്വർക്ക് ട്രാഫിക് ഡാറ്റയുടെ വിശകലനം എന്നിവയൊക്കെയാണ് നമുക്ക് നടപടിയായിട്ട് കണക്കാക്കാനായിട്ട് കഴിയുന്നത്. എന്നാൽ കഴിയാതെ എന്താണ് ഒരു ഹാർഡ് ഡ്രൈവ് അല്ലെങ്കിൽ SSD പോലുള്ള മുഴുവൻ സ്റ്റോറേജ് മീഡിയത്തിനെയും ബിറ്റ് ബൈ ബിറ്റ് കോപ്പി സൃഷ്ടിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത കാരണമാണ്. അപ്പൊ സാധ്യമായിട്ട് ഇതൊക്കെയാണ് സജീവ നെറ്റ്വർക്ക് കണക്ഷനുകളും തുറന്ന പോർട്ടുകളും റെക്കോർഡ് ചെയ്യണം. അതുപോലെ സിസ്റ്റത്തിന്റെ റാമിന്റെ ഉള്ളടക്കങ്ങൾ ക്യാപ്ചർ ചെയ്യണം. നിലവിലുള്ള ഏതെങ്കിലും ഡാറ്റ എക്സ്ഫിൽട്രേഷൻ തിരിച്ചറിയാൻ നെറ്റ്വർക്കിംഗ് ട്രാഫിക് ഡാറ്റയുടെ വിശകലനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമെയിൽ അയക്കുന്നയാളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനുള്ള ഒരു രീതി താഴെ പറയുന്നതിൽ ഏതാണ്? ഇമെയിൽ അയക്കുന്ന ആളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനുള്ളത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഡിജിറ്റൽ സിഗ്നേച്ചർ ആണല്ലേ. ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് ഒരു ഇമെയിൽ അയക്കുന്ന ആളുടെ ആധികാരികത ഉറപ്പാക്കുന്നത്. എന്താണ്? ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണ് നമ്മൾ ഇപ്പൊ കണ്ട ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്ലൗഡ് സ്റ്റോറേജിൽ ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത സ്ഥാപിക്കുന്നതിൽ ഏത് തരത്തിലുള്ള മെറ്റാഡാറ്റയാണ് ഏറ്റവും നിർണായകമായത്? ക്ലൗഡ് സ്റ്റോറേജിൽ ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത സ്ഥാപിക്കുന്നതിനായിട്ട് ഏത് തരത്തിലുള്ള മെറ്റാഡാറ്റയാണ് ഏറ്റവും നിർണായകമായത്? ഏതാണ്? ക്ലൗഡ് സ്റ്റോറേജിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? ടൈം സ്റ്റാമ്പുകൾ സൃഷ്ടിക്കലും പരിഷ്കരിക്കലും. എന്നാണ്? ടൈം സ്റ്റാമ്പുകൾ സൃഷ്ടിക്കലും പരിഷ്കരിക്കലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ CDR വിശകലനം ഏറ്റവും ഉപയോഗപ്രദമാണ്? ഏത് തരം സൈബർ കുറ്റകൃത്യങ്ങളാണ് CDR വിശകലനം ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ളത്? ഇതാണ് ഫോൺ വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പിനാണ് CDR വിശകലനം ഏറ്റവും ഉപയോഗപ്രദമാണ്. ഫോൺ വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IPDR വിശകലനം ഉപയോഗിക്കുന്നത് എന്തിനാണ്? IPDR വിശകലനം ഉപയോഗിക്കുന്നത്. IPDR വിശകലനം ഉപയോഗിക്കുന്നതിനാണ്
എന്തൊക്കെയാണ്? നെറ്റ്വർക്ക് പ്രകടന നിരീക്ഷണം, അനധികൃത നെറ്റ്വർക്ക് ആക്സസ് അല്ലെങ്കിൽ അസാധാരണമായ ഉപയോഗ പാറ്റേണുകൾ തിരിച്ചറിയാൻ നെറ്റ്വർക്ക് ട്രാഫിക് നിരീക്ഷണം എന്നിവയ്ക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. IPDR ഉപയോഗിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് പ്രകടന നിരീക്ഷണം, അനധികൃത നെറ്റ്വർക്ക് ആക്സസ് അല്ലെങ്കിൽ അസാധാരണമായ ഉപയോഗ പാറ്റേണുകൾ തിരിച്ചറിയാൻ നെറ്റ്വർക്ക് ട്രാഫിക് നിരീക്ഷണം എന്നിവയ്ക്കൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? IPDR വിശകലനം ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ അത് പുതിയ സിം ഉപയോഗിച്ച് മറ്റൊരാൾ ഉപയോഗിക്കുന്നു. ഫോൺ തിരിച്ചറിയാൻ ഏറ്റവും ഉപകാരപ്രദമായ നമ്പർ ഏതാണ്? ഒരു വ്യക്തിയുടെ ഫോൺ നഷ്ടപ്പെടാണ്, അത് സിം ഉപയോഗിച്ച് വേറെ ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഫോൺ തിരിച്ചറിയുവാനായിട്ടുള്ള ഉപകാരപ്രദമായ നമ്പർ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഏതാണ്? 15 അക്ക IMEI നമ്പർ. എന്താണ്? 15 അക്ക IMEI നമ്പർ കേട്ടോ. IMEI നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൽ ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? കമ്പ്യൂട്ടറിൽ ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി തന്നിരിക്കുന്നതിൽ ഏതാണ്? ഏതാണ്? റീഡ് ഓൺലി മെമ്മറി ആണ്, റോം ആണ് എന്ത് ഉപയോഗിക്കുന്നത്? ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് മെമ്മറിയാണ്? റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ റോം മെമ്മറി. നമുക്ക് റോമിന്റെ ഒക്കെ ഫുൾ ഫോം ചോദിക്കാം കേട്ടോ. അപ്പൊ റീഡ് ഓൺലി മെമ്മറി ആണ് റോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റാം എന്ന് വെച്ചാൽ എങ്ങനെയാണ് പറയാ? റാൻഡം ആക്സസ് മെമ്മറി ചോദിക്കാട്ടോ. റാം എന്ന് വെച്ചാൽ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടറിൽ ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ആയിരുന്നു റീഡ് ഓൺലി മെമ്മറി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ്? എന്താ പറയുന്നത്? ഹൈ ലെവൽ ഭാഷയെ നമുക്ക് മെഷീൻ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ്? ഏതാണ് തന്നിരിക്കുന്നതിൽ ഏതാണ് വരുന്നത്? ഇന്റർപ്രറ്ററിനെയാണ് എന്ന് പറയുന്നത്. ഒരു ഹൈ ലെവൽ ഭാഷേനെ നമ്മൾ എന്തൊക്കെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്? മെഷീൻ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഇന്റർപ്രറ്റർ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് അസംബ്ലർ എന്ന് പറയുന്നത്? അസംബ്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസംബ്ലി ഭാഷയെ മെഷീൻ കോഡിലേക്ക് മാറ്റുന്നതിനാണ് അസംബ്ലർ ഉപയോഗിക്കുന്നത്. അസംബ്ലർ എന്ന് വെച്ചാൽ എന്താണ്? അസംബിൾ ഭാഷയെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാണ്? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അസംബിൾ ഭാഷയെ നമുക്ക് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? അസംബ്ലർ ഉപയോഗിക്കുന്നു എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു കമ്പൈലർ അല്ലെ. കമ്പൈലർ എന്ന് വെച്ചാൽ എന്താണ് കമ്പൈലർ എന്ന് വെച്ചാൽ എന്താണ്? ഈ കമ്പൈലർ എന്ന് പറയുന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷകളെ മെഷീൻ കോഡിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനായിട്ടാണ് കമ്പൈലർ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഇന്റർപ്രറ്റർ എന്ന് വെച്ചാൽ നമുക്ക് വരിയായിട്ടാണ് അല്ലെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടത്. പക്ഷെ നേരെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കമ്പൈലർ എന്താണ് ചെയ്യുന്നത്? ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷകളെ മെഷീൻ കോഡിലേക്ക് വിവർത്തനം ചെയ്യാണ് ചെയ്യുന്നത്. റൺ ടൈമിൽ ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ സൃഷ്ടിക്കാതെ ഒരു ഇന്റർപ്രറ്റർ ഹൈ ലെവൽ കോഡ് ലൈൻ ബൈ ലൈൻ വിവർത്തനം ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതായത് നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അസംബ്ലർ എന്ന് വെച്ചാൽ എന്താണ്? അസംബിൾ ഭാഷയെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇന്റർപ്രറ്റർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്റർപ്രറ്ററും കമ്പൈലറും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും സെയിം സംഭവം തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഹൈ ലെവൽ ഭാഷയെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ എന്താണ്? കമ്പൈലർ എന്ന് വെച്ചാൽ മൊത്തമായിട്ടാണ് എല്ലാ ലാംഗ്വേജസ് എല്ലാതിനെയാണ് ഒരുമിച്ചിട്ടാണ് അല്ലെ ഒരു ഫയലിന് മൊത്തമായിട്ടാണ് കമ്പൈൽ ചെയ്യുന്നത്. എന്നാൽ ഇന്റർപ്രറ്റർ എന്ന് വെച്ചാൽ എന്താണ്? എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് വെച്ചാൽ വരിയായിട്ടാണ് ബൈ ലൈൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിയായി പരിവർത്തനം ചെയ്യാതെ കൺവേർട്ട് ചെയ്യാണ് നമ്മൾ എന്ന് പറയുന്നത് ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഈ വരിയായി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? അവിടെ എന്താണ് ആൻസർ കൊടുക്കുന്നത്? കമ്പൈലർ എന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അസംബ്ലർ എന്ന് വെച്ചാൽ അസംബിൾ ഭാഷയെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതിനെയാണ് അസംബ്ലർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1930 ട്ടോ. 1930 പഠിക്കാം, അല്ലെങ്കിൽ 1930 വെച്ച് പഠിക്കാം. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ICANN എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ICANN എന്ന് പറയുന്നത്? എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസെൻസ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസെൻസ്
നെയിംസ് ആൻഡ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അസൈൻസ് അല്ല അസൈൻഡ് ആണ്. അപ്പൊ ഈ ലാൻ എന്താണ്, വേൻ എന്താണ്, മേൻ എന്താണെന്ന് അറിയാണെന്നുണ്ടെങ്കിൽ ആ ഫുൾ ഫോം അറിയുകയാണെങ്കിൽ തന്നെ ആൻസർ കിട്ടും അല്ലെ. ലാൻ എന്ന് വെച്ചാൽ എന്താണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. ഇത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ എന്താണ്, ഈ ചെറിയ പ്രദേശങ്ങളിൽ മാത്രമുള്ളതാണ് അല്ലെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. മാൻ എന്ന് വെച്ചാൽ എന്ത് വരും, മാൻ എന്ന് വെച്ചാൽ എന്താണ്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. വാൻ എന്ന് വെച്ചാൽ എന്താണ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. വൈഡ് ഏരിയ നെറ്റ്വർക്കിനെയാണ് വാൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വലിയ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചെടുക്കാന്ന് വെച്ചാൽ വൈഡ് ആണല്ലേ വരുന്നത്. അപ്പൊ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് വാൻ എന്ന് പറയുന്നത് അല്ലേ, അതാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? വെബ് പേജ് കാണാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു വെബ് പേജ് കാണാനായിട്ട് ഉപയോഗിക്കുന്നതാണ്, നമ്മൾ ഒരു പേജ് കാണാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ബ്രൗസ് ചെയ്യല്ലേ ചെയ്യാ. അപ്പൊ ബ്രൗസർ ആണ് അല്ലേ വരുന്നത്. എന്താണ് വരുന്നത് ആൻസർ, ബ്രൗസർ ആണ്. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്, ബ്രൗസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, റിപ്പീറ്റഡ് ആണ് അല്ലേ. IT ആക്ട് നിലവിൽ വന്ന വർഷം കുറെ പറഞ്ഞു നമ്മൾ. IT ആക്ട് എന്നാണ് നിലവിൽ വന്നത് 2000-ലാണ് IT ആക്ട് നിലവിൽ വന്നത്. IT ആക്ട് നിലവിൽ വന്നത് 2000 അല്ല 2000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? എന്നാണ് IT ആക്ട് നിലവിൽ വന്നത് എന്നാണ്, 2002-ലാണ്. നമുക്ക് കുറെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. 2002-ലാണ് നിലവിൽ വന്നത്. 2002-ലാണ് വന്നതില് 2002-ലാണ് നിലവിൽ വന്നത്. അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനിയും IT ആക്ട് കുറച്ചുകൂടി ചെയ്യാനുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഇതുവരെ ചോദിച്ച PSC ചോദിച്ച ഈ അടുത്ത് 2021 മുതൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇപ്പൊ ഏകദേശം 2024 ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം.